വെച്ച യൂണിയൻ ഓഫീസിന് മുമ്പിൽ വെച്ചാണ് എന്നെ കടവെങ്കിൽ ടോമി എന്ന ആള് വിലപ്പൂടിയുവാനെ പട്ടിത്തായോളി എങ്ങോട്ട് പോവാടെന്ന് പറഞ്ഞ് എന്നെ കമ്പി ഓടിക്ക് അടിച്ചു. വിലപ്പൂടിയുവാനെ പട്ടിത്തായോളി എങ്ങോട്ട് പോവാടെന്ന് പറഞ്ഞ് എന്നെ കമ്പി ഓടിക്ക് അടിച്ചു. നോക്കിയപ്പോൾ എന്റെ ചാച്ചനും അമ്മയും ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ എന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുമായിരുന്നു. പോയ സമയം MC റോഡിൽ കൂടെ പോയത്. MC റോഡിൽ പോകുമ്പോൾ തെറ്റമ്പാറ ഭാഗത്ത് വെച്ച യൂണിയൻ ഓഫീസിന് മുമ്പിൽ വെച്ചാണ് എന്നെ കടവെങ്കിൽ ടോമി എന്ന ആള് വിലപ്പൂടിയുവാനെ പട്ടിത്തായോളി എങ്ങോട്ട് പോവാടെന്ന് പറഞ്ഞ് എന്നെ കമ്പി ഓടിക്ക് അടിച്ചു. കമ്പി ഓടിക്ക് അടിക്കിയ ശേഷം ഞാൻ ഇവര് ഒരു വെള്ള വണ്ടിയിൽ വെള്ള കാറിൽ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിസ്രമുള്ള മരത്തെ കൊണ്ട് കെട്ടിയിട്ടു. ഇവരെന്റെ പിന്നീട് ഇവരെന്റെ ഡ്രസ്സെല്ലാം വലിച്ചു കീറി കളഞ്ഞ് ഇവര് എന്റെ ജനതയിലേക്ക് നിസ്രിൽ പൊട്ടിച്ച് ഇടുകയും എന്നിട്ട് പുറത്തിട്ട് ഇടിക്കുകയും എന്നെ ചവിട്ടി പിടിക്കുകയും എന്റെ പരമസ്ഥാനത്ത് പിടിച്ച് വലിച്ച് ഇവരെന്റെ കൊക്കിന് വായിക്ക തുണിയെല്ലാം കുത്തിക്കയറ്റി കൊക്കിന് കുത്തി പിടിച്ച് എന്നെ ഒത്തിരി ഇടിയും ചതയും ദൈവം യേശുവിനെ ക്രൂശിച്ച പോലെ ഇവര് 5 പേരും കൂടി ചേർന്ന് ക്രൂശിച്ച് ഇവരോട് എല്ലാവരോടും ഞാൻ കാലെ കൈ പിടിച്ച് കരഞ്ഞപേക്ഷിച്ചു. ആരും എനിക്ക് രക്ഷ തന്നില്ല. പിന്നെ ഞാൻ ഇവരോട് എടുത്ത് കരഞ്ഞു വിളിച്ചു, നിങ്ങൾ എന്നെ ഈ നിസ്രം കൂടി നടക്കിവിടെ, എന്നെ നിങ്ങൾ നടക്കിരുത്തിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും ഇവര് കേട്ടില്ല. എന്റെ വർമ്മസ്ഥാനത്ത് ഇവര് എല്ലാരും മാറി ചവിട്ടി. പിന്നെ ഇവര് ഫോൺ വിളിച്ച് മുൻ മെമ്പർ പ്രകാശ് വാടകൽ വിളിച്ചു വരുത്തി. പ്രകാശ് വാടകൽ മുഖേന എന്നെ പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ പോലീസുകാരോട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിലേക്ക് കയറി. ഈ കോളനി താഴെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇതിലെ എന്റെ വീട്ടിലേക്ക് പോകുന്നത് യൂണിയൻ ഓഫീസിന് മുമ്പിൽ വെച്ചാണ് എന്നെ കടവെങ്കിൽ ടോമി എന്ന ആള് വിലപ്പൂടിയുവാനെ പട്ടിത്തായോളി എങ്ങോട്ട് പോവാടെന്ന് പറഞ്ഞ് എന്നെ കമ്പി ഓടിക്ക് അടിച്ചു. വിലപ്പൂടിയുവാനെ പട്ടിത്തായോളി എങ്ങോട്ട് പോവാടെന്ന് പറഞ്ഞ് എന്നെ കമ്പി ഓടിക്ക് അടിച്ചു.